പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ പറയാം, സാൽവേഷൻ ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്. സാൽവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷ, ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ ശിഷ്യത്വം വരുത്തുക. ഇത് രണ്ടും രണ്ട് തന്നെയാണ്, ഒന്നല്ല. നമ്മൾ ചിലപ്പം ഇത് മനസ്സിലാക്കാതെ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, വചനം അങ്ങനെയല്ല പറയുന്നത്. രക്ഷ എന്നുള്ളത് നമ്മൾ പറയില്ല, രക്ഷിക്കപ്പെട്ടോന്ന് ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടോന്ന് ചോദിച്ചിട്ട് രക്ഷയ്ക്ക് വെറും വിശ്വാസം മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് മാത്രം പോകണമെന്നെങ്കിൽ രക്ഷിക്കപ്പെടണം, നിങ്ങൾ വിശ്വസത്തിൽ കൂടി വിശ്വസിക്കുക. അത് വളരെ ക്ലിയറായിട്ട് എഫെസ്യൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 8-9 വചനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുള്ളത് വിശ്വാസത്താലും കരുണയാലുമാണ്. വിശ്വാസം, കരുണ. കരുണ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഗ്രേസ്. യു ഹാവ് ബീൻ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. ഇത് രണ്ടും ദൈവത്തിനാണെങ്കിലും വിശ്വാസം നമുക്ക് ദൈവം തന്നുള്ളത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുക. എന്തിനു വിശ്വസിക്കുക? ദൈവവചനത്തെ വിശ്വസിക്കുക, ക്രിസ്തുവിനെ വിശ്വസിക്കുക, ക്രിസ്തു കുരിശിൽ ചെയ്ത ജോലിയെ വിശ്വസിക്കുക. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് വർക്കാണല്ലോ അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിതിനെപ്പറ്റി 1-2 ഉദാഹരണങ്ങൾ കാണാം. അപ്പോസ്തല പ്രവൃത്തി 10:43 ഇത് കൊർണേലിയസിനോട് പറയുന്നതാണ്. ഈ ജയിൽ നിങ്ങളെന്താ പറയുന്നത്? അദ്ദേഹം, നീ വിശ്വസിക്കുകയാണെങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അപ്പം വെറും വിശ്വാസം മതി നമുക്ക് രക്ഷിക്കപ്പെടാം, വേറെ ഒന്നും ആവശ്യമില്ല. ക്രിസ്തു വചനത്തെ വിശ്വസിക്കുക, ക്രിസ്തു ചെയ്ത് ജോലിയെപ്പറ്റി ചിന്തിക്കുക, ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാം അധ്യായത്തിൻ്റെ 31-ാം വചനത്തിലും കാണിക്കുന്നത്. ആ ജയിലർ, ഇവർ ജയിലിൽ പോളിനെയും ഭരണവാസിനെയും ജയിലിലിട്ട സമയത്ത് അവരടിച്ച് വിഷമിപ്പിച്ചിട്ട് എല്ലാം പോയ സമയത്ത് ജയിൽ തുറന്ന്, കാരണം ഭൂമി കുലുങ്ങിയതുകൊണ്ട്. ആ സമയത്ത് അവരോടെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, ക്രിസ്തു പറയുക, പോൾ അപ്പോസ്തലൻ പറയുന്നത്, ഒന്നും വേണ്ട, നീ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബം രക്ഷപ്പെടും. അങ്ങനെ അവർ രക്ഷിക്കപ്പെടുകയാണ് എന്ന്. ഇതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്. അത് ലൂക്കോസ് സുവിശേഷത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അവിടെ 23-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ വചനം പറയുന്നു. അവിടെ 3 പേർ ഒന്നിച്ചാണ് ക്രൂശിക്കപ്പെട്ടത്. 2 ഭാഗത്തും കള്ളന്മാരും അതുമാതിരി പല വേണ്ടാത്ത ചെയ്തവരൊക്കെയാണ് ഉള്ളത്. നടുക്കിൽ ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തു എന്താ പറയുന്നത്? അതിൽ ഒരാൾക്ക് മാനസാന്തരപ്പെട്ടിട്ട് പറയുകയാണ്, നീ നിൻ്റെ ദൈവരാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ക്രിസ്തു എന്താ പറഞ്ഞത്? നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലിരിക്കും. അതായത് അദ്ദേഹം ഒന്നും ചെയ്തില്ല, മാനസാന്തരപ്പെട്ട് മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ച് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം ശിഷ്യത്തെ പറ്റി. ശിഷ്യന്മാരാകുന്നുണ്ടെങ്കിൽ അതിൽ കൂടി കുറേ കൂടി ചെയ്യാനുണ്ട്. നമുക്ക് പ്രവൃത്തിയും കൂടി ചെയ്യണം. അതായത് വചനത്തിൽ വിശ്വസിച്ച് വചനം പറയുന്നതനുസരിച്ച് നടക്കാം. അതിന് സാധാരണമാര് നമ്മൾ രക്ഷിക്കപ്പെടാൻ പ്രവൃത്തി ആവശ്യമില്ല, അത് പഴയ നിയമമൊക്കെ പറയണം. ഇവിടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ദൈവവചനത്തിനനുസരിച്ച് നടക്കുക, അതാണ് ആവശ്യമുള്ളത്. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. മാത്യുവിൻ്റെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ 18 മുതൽ 20 വചനം വായിക്കുകയാണ്. കാണാം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച്, ഈ സ്നാനം ജലസ്നാനത്തെ പറ്റി പറയുന്നതാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കുക. അപ്പോൾ ഒരു ടാസ്ക് തന്നിരിക്കുകയാണ്, ശിഷ്യന്മാരാക്കാനോട് പറയുന്നത്, അല്ലാതെ രക്ഷിക്കാനല്ല പറയുന്നത്. അതൊരു കൽപ്പനയാണ്, ഇത് കമാൻഡ്. അത് നമ്മൾ ആലോചിക്കണം. ഇത് തന്നെയാണ് മാർക്കോസ് സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 18 പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഒന്നും വിശ്വാസം മാത്രം മതി. പക്ഷേ ശിഷ്യന്മാരാക്കാൻ നമുക്ക് പ്രവൃത്തിയും കൂടി ആവശ്യമാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തിൻ്റെ പ്രവൃത്തി നമ്മളോട് ദൈവം എന്തൊക്കെയാൽ കൽപ്പിച്ച് അതുമായി ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് യാക്കോബിലും പറയുന്നുണ്ട്, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഇസ് ഡെഡ്. വർക്കും വേണം, ഫെയ്ത്തും വേണം. പക്ഷേ
ഇവിടെ വ്യത്യാസമുണ്ട്. പണ്ട് പറഞ്ഞ് പല നിയമത്തിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രക്ഷിക്കപ്പെടാനാണ്. ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്നതാണ്. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ, ഇതൊരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ വേറെ നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷത്തിന് 8-ാം അധ്യായത്തിന് 31 എന്താ വചനം പറയുന്നത്? എൻ്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായും എൻ്റെ ശിഷ്യന്മാരാണ്. ഇത് പ്രവൃത്തിയിലല്ല. പ്രവൃത്തിയിൽ കൂടി ആരെയും രക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത് വളരെ ക്ലിയറായിട്ട് എഫെസ്യൻ്റെ ലേഖനത്തിൻ്റെ 2:9 പറയുന്നത്, നിങ്ങൾക്ക് പ്രവർത്തിക്ക് യാതൊരു ആവശ്യവുമില്ല. അതിന് പ്രവൃത്തിയിൽ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രവൃത്തിയാണെങ്കിൽ നിങ്ങൾ നിയമത്തിലേക്ക് തിരിച്ചു പോകണേന്ന്. പ്രവൃത്തിയിലേക്ക് ആരുമില്ല. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന കാര്യമാണ്. ദൈവവചനത്തിൽ കൂടി നടക്കാൻ തുടങ്ങുക. നമ്മൾ പൂർണ്ണമായും മാറപ്പെടണം. ഇത് വളരെ ക്ലിയറായിട്ട് വേറെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. റോമാലേഖനത്തിൻ്റെ 6:14 യു ബിൻ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് എന്ന് എഫെസ്യനിൽ പറയുന്നുണ്ട്. അതേമാതിരി നിങ്ങൾ പ്രവൃത്തിയിലേക്ക് യാതൊരു കാര്യവുമല്ല. നിങ്ങൾ യു ആർ അണ്ടർ ഗ്രേസ്. നിങ്ങൾ കൃപയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു കാര്യം, ഈ ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടും ഇതുമാതിരി നിങ്ങൾ ദൈവവചനത്തെ അനുസരിച്ച് നടക്കുന്നെന്നും നമ്മളെ ശിഷ്യന്മാരാക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രവൃത്തി കൂടി നടക്കാൻ ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ, അല്ലാതെ പ്രവൃത്തിയിലല്ല. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.